റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയില്ലേ? അതെ. ഇനി ഞാൻ ജസ്റ്റ് എൻഡ് കൊടുത്താ പോരെ ഫിനിഷ് ആവുമ്പോ? അതെ. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ സ്റ്റാറ്റിക്കൽ മെക്കാനിക്സില് ഗിബ്സ് പാരഡോക്സ് വരെയുള്ള ടോപ്പിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഫേസ് സ്പേസ് ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം അതുപോലെ ലീവില്ലി തിയറം ആണ്. അപ്പോ എന്റെ പേര് അഞ്ജന. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് എടുത്തിരുന്നത് ഞാനാണ്. ഇലക്ട്രോണിക്സിന്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റാറ്റ് എടുക്കുന്നു. സ്റ്റാറ്റ് നമ്മളൊരു 3 to 4 ക്ലാസ്സിൽ നമ്മൾ അതും വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ QM സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോ ആദ്യം നമുക്ക് എന്താണ് ഫേസ് സ്പേസ് ഓഫ് എ ക്ലാസിക്കൽ സിസ്റ്റം എന്ന് നോക്കാം. അറിയോ? ആർക്കെങ്കിലും അറിയോ എന്താണ് ഒരു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഫേസ് സ്പേസ് ഓഫ് എ ക്ലാസിക്കൽ സിസ്റ്റം? ഈ ഫേസ് സ്പേസിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എന്ത് വരുന്നത്? നമ്മുടെ ലിയുവില്ലി തിയറം വരുന്നത്. ഈ ലിയുവില്ലി തിയറം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിയുവില്ലി തിയറത്തിന്റെ കുറച്ച് കോൺസിക്വൻസസ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇക്വിപാർട്ടീഷൻ തിയറം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിലെ സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റഡ് ആവട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഫേസ് സ്പേസ് ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം എന്താ നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം 3 ഓർഡേർഡ് നമ്പർ സിസ്റ്റം ഉണ്ട് ഇല്ലേ? ഏതൊക്കെയാണ് 3 ഓർഡേർഡ് നമ്പർ സിസ്റ്റംസ്? എക്സ്, വൈ, ദെൻ സെഡ്. എല്ലാവർക്കും അറിയാലോ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെ ആയിരിക്കും? പ്ലസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഇൻഫിനിറ്റി വരെ. അതുപോലെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്ലസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഇൻഫിനിറ്റി വരെ. സെഡും എങ്ങനെ തന്നെ ആയിരിക്കും? പ്ലസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ഇൻഫിനിറ്റി വരെ. ആ കാര്യങ്ങളിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? ഇനി ഈ ഒരു 3 ഓർഡേർഡ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു റിയൽ നമ്പർ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാം? അറിയോ ആർക്കെങ്കിലും എങ്ങനെ നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത്? നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെങ്ത്, ബ്രെഡ്ത്ത്, ഇതെല്ലാം നമ്മൾ ഡയമെൻഷനലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു 3 ഓർഡേർഡ് നമ്പർ സിസ്റ്റംസ് ആണ്. അപ്പോ നോർമൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെങ്ത്, ബ്രെഡ്ത്ത്, അതുപോലെ തന്നെ നോർത്ത്, സൗത്ത്, അതുപോലെ അപ്പ്, ഡൗൺ, ഇത്തരത്തിലുള്ള എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകളും നമുക്ക് ഈ ഒരു നമ്പർ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അറിയാലോ എല്ലാവർക്കും. ഇനി നമുക്ക് ഈ ഒരു ഫേസ് സ്പേസിനെ പറ്റിയിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണ്. എന്താണ്? ഒരു 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണ്. ഇപ്പൊ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ ഒരു കണ്ടെയ്നർ കൺസിഡർ ചെയ്യാണ്. അതായത് ഇതൊരു കണ്ടെയ്നർ ആണ്. ഈ കണ്ടെയ്നറിനകത്ത് എന്തുണ്ട്? ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഈ ഗ്യാസ് മോളിക്യൂൾസിൽ ഒരു മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യണം. ഈ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എന്തൊക്കെ കിട്ടും? നമുക്ക് അതിൽ നിന്ന് അതിന്റെ എന്തൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും? അതിന്റെ പൊസിഷണൽ വെക്ടേഴ്സും മൊമെന്റം വെക്ടേഴ്സും. ഈ പൊസിഷണൽ വെക്ടറും മൊമെന്റം വെക്ടറും മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇവിടെ പറയാൻ പറ്റും? എന്താണ് ഫേസ് സ്പേസ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാസ് ഫില്ല് ചെയ്തതിൽ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. അതിൽ ഒരു മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഒരു മോളിക്യൂൾ എന്ന് പറയുന്നതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും? അതിനൊരു പൊസിഷണൽ വെക്ടർ ഉണ്ടായിരിക്കും, മൊമെന്റം വെക്ടർ ഉണ്ടായിരിക്കും. അറിയാലോ. ഇനി നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട് എന്ന് അറിയാലോ. ഈ ഗ്യാസ് മോളിക്യൂൾസ് റാൻഡം മോഷനിലായിരിക്കും അല്ലെ? നമ്മൾ പറയുന്ന പോലെയാണോ അവർ മൂവ് ചെയ്യുക? ഒരിക്കലും അല്ല. അവരെങ്ങനെയായിരിക്കും? അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവർ റാൻഡം മോഷനിലായിരിക്കും. അങ്ങനെ റാൻഡം മോഷൻ നടത്തുന്ന കാരണം
അവിടെ എന്തിനുള്ള ഒരു ചാൻസ് ഉണ്ട്? ഒരു കൊളീഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അറിയില്ലേ? കൊളീഷൻ നടക്കും. അപ്പൊ ഈ ഒരു കൊളീഷൻ നടക്കുന്ന കാരണം ഈ മോളിക്യൂൾസിന്റെ സ്പീഡ് അഥവാ വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു ഗ്യാസ് മോളിക്യൂള് കൺസിഡർ ചെയ്തു, സോറി, ഒരു ഗ്യാസ് സിലിണ്ടർ കൺസിഡർ ചെയ്തു. ഇതിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിന് റാൻഡം മോഷൻ ആയിരിക്കും. ഈ റാൻഡം മോഷൻ കാരണം ഇവയ്ക്ക് എന്തിനുള്ള ചാൻസ് ഉണ്ട്? കൊളൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു കൊളീഷൻ കാരണം അവരുടെ എന്തിന് ചേഞ്ച് സംഭവിക്കുന്നു? സ്പീഡിനും വെലോസിറ്റിക്കും ചേഞ്ച് സംഭവിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഒറ്റ മോളിക്യൂള് മാത്രം എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു മോളിക്യൂള് മൂവ് ചെയ്യുന്നത് ഒന്നുകിൽ എക്സ് ഡയറക്ഷൻ, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ, അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനിലായിരിക്കാം. ഓക്കെ, എക്സ് ഡയറക്ഷൻ ആവാം, അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ ആവാം, സെഡ് ഡയറക്ഷൻ ആവാം. അങ്ങനെ ആണെങ്കിൽ ഈ ഒരു മോളിക്യൂളിന്റെ പൊസിഷണൽ വെക്ടേഴ്സ് ആണ് ഏതൊക്കെ? എക്സ്, വൈ, ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ മോളിക്യൂളിന്റെ പൊസിഷണൽ വെക്ടേഴ്സ് കിട്ടിയില്ലേ? ഇപ്പോൾ മോളിക്യൂൾസ് ഏതൊക്കെ ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്? എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ. സോ ദീസ് ആർ ദി പൊസിഷണൽ വെക്ടേഴ്സ് ഓഫ് ദി മോളിക്യൂൾ. ഇനി ഇതിന്റെ മൊമെന്റം വെക്ടർ നമുക്ക് എങ്ങനെ പറയാം? ഈ മോളിക്യൂൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ മൊമെന്റം കോർഡിനേറ്റ്സ് എങ്ങനെയായിരിക്കും? പി എക്സ് ആയിരിക്കും. ഇനി വൈ ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ മൊമെന്റം എങ്ങോട്ടായിരിക്കും? പി വൈ ആയിരിക്കും. ഇനി ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് എങ്ങനെയായിരിക്കും? പി സെഡ് ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഇതിന്റെ പൊസിഷണൽ വെക്ടേഴ്സും മൊമെന്റം വെക്ടേഴ്സും കിട്ടിയില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? സോ അങ്ങനെ ആണെങ്കിൽ ഇത്തരത്തില് 3 പൊസിഷണൽ വെക്ടേഴ്സും 3 മൊമെന്റം വെക്ടേഴ്സും നമുക്ക് ഇവിടെ കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമാജിനറി 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണ് ഒരു ഫേസ് സ്പേസ് നമ്മൾ പറഞ്ഞു. ഇത്തരത്തില് 3 പൊസിഷണൽ വെക്ടേഴ്സും 3 മൊമെന്റം വെക്ടേഴ്സും കൂടെ ചേരുന്നതാണ് എന്ത്? നമ്മുടെ ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഒരു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? ഒരു മോളിക്യൂളിന്റെ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയോ? സ്വാലിഹയ്ക്ക് ക്ലിയർ ആയോ? സ്വാലിഹ, അൺമ്യൂട്ട് ചെയ്യടാ, എന്നാലേ എനിക്ക് കേൾക്കുള്ളൂ. ക്ലിയർ ആയോ എന്താണ് ഫേസ് സ്പേസ് എന്ന് പറഞ്ഞാൽ? ഹലോ, ഓഡിയബിൾ അല്ലേ? ആ, ഓക്കെ, നോ ഇഷ്യൂ. അപ്പൊ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ സെന്റൻസിൽ പറയാൻ പറ്റണം, ഇറ്റ് ഈസ് എ 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ്. ഈ 6 ഡയമെൻഷണൽ എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 3 പൊസിഷണൽ വെക്ടേഴ്സും 3 മൊമെന്ററി വെക്ടേഴ്സും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഒരു മോളിക്യൂളിന്റെ ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഇതിനൊരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂടുതൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ സ്പേസ് സ്പാനഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ദ ജനറലൈസ്ഡ് മൊമെന്റ അല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഒരു 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണെന്ന് പറഞ്ഞു. അതിൽ 3 എന്താണ്? പൊസിഷണൽ വെക്ടേഴ്സ് ആണ്. 3 എന്താണ്? മൊമെന്റം വെക്ടേഴ്സ് ആണ്. അത് തന്നെ വേറെ രീതിയിലല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ സ്പേസ് സ്പാനഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊസിഷൻ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇനി ജനറലൈസ്ഡ് മൊമെന്റ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മൊമെന്റം വെക്ടേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്, വിച്ച് ഈസ് നോൺ ആസ് ഫേസ് സ്പേസ്. അപ്പൊ ഒരു പ്രോപ്പർ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പറയാം എന്ത്? ദ സ്പേസ് സ്പാനഡ് ബൈ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആൻഡ് ജനറലൈസ്ഡ് മൊമെന്റം. ഇനി നമുക്കൊരു 1 ടൈപ്പ്
ഒരു 1 ഡയമെൻഷണൽ ഡയഗ്രാം ആണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അതായത് ഒരു മോളിക്യൂളിന്റെ അത് മൂവ് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ ആണെങ്കിൽ അതിന്റെ ഡയഗ്രാം, അതിന്റെ ഒരു സ്പേസ് ഡയഗ്രാം നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഒരു 1 ഡയമെൻഷണൽ ആണെങ്കിൽ അതിന് എത്ര മാത്രമേ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കുള്ളൂ? ഒരൊറ്റ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അല്ലേ ഉണ്ടായിരിക്കുള്ളൂ? ഏതൊക്കെയായിരിക്കും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? എക്സ് ആക്സിസിൽ വരുന്ന ക്യൂവും വൈ ആക്സിസിൽ വരുന്ന പിയും അല്ലെ? ഹൊറിസോണ്ടൽ ആക്സിസിൽ വരുന്നത് ഏതാണ്? ഇവിടുത്തെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ്. ഇനി വെർട്ടിക്കൽ ആക്സിസിൽ വരുന്നത് ഏതാണ്? ഇവിടുത്തെ മൊമെന്റം കോർഡിനേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്, ഒരു ഡിഫറൻസും ഇല്ല. ഇപ്പൊ നമ്മളൊരു 1 ഡയമെൻഷണൽ ആയിട്ടുള്ളതിന്റെ കേസ് ആണ് പറഞ്ഞത്. ഒരു 1 ഡയമെൻഷണൽ മോളിക്യൂളിന്റെ ഡയഗ്രാം ആണ് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതാണ്. ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അവിടെ എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും? 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, 2 ജനറലൈസ്ഡ് മൊമെന്റും ഉണ്ടായിരിക്കും. പക്ഷെ അത് പോസിബിൾ ആണോ? ഒരു 4 ഡയമെൻഷണൽ സ്പേസ് നമുക്കറിയോ? ഒരു 4 ഡയമെൻഷണൽ സ്പേസ് പോസിബിൾ ആണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ നമുക്ക് പറയാം ഒരു 1 ഡയമെൻഷണൽ ഡയഗ്രാം ആണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? 1 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ട്. ഏതൊക്കെയാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്? പി ആൻഡ് ക്യൂ. ക്യൂ സ്റ്റാൻഡ്സ് ഫോർ generalized coordinates, P stands for momentum coordinates. ഇനി ഒരു 2 ഡയമെൻഷണൽ അല്ലെങ്കിൽ ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളതാണെങ്കിൽ അതിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? 2 ആയിരിക്കും. 2 മൊമെന്റം കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അവിടുത്തെ ഡയമെൻഷണൽ സ്പേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു മോളിക്യൂളിന്റെ ഡയമെൻഷണൽ സ്പേസ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഒരു ഡയമെൻഷണൽ സ്പേസ് വരിക? അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം ഈ ഒരു കോൺഫിഗറേഷൻ സ്പേസ് എന്താന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ ഫേസ് സ്പേസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും മൊമെന്റം കോർഡിനേറ്റ്സും കൂടി ചേരുന്നതാണ് എന്ത്? ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഒരു കോൺഫിഗറേഷൻ സ്പേസ് എന്താന്നുള്ളതാണ് പറയുന്നത്. ഒരു കോൺഫിഗറേഷൻ സ്പേസിൽ ആര് മാത്രമായിരിക്കും ഉണ്ടാവുക? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പ്ലസ് മൊമെന്റം കോർഡിനേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് ആരായി? നമ്മുടെ ഫേസ് സ്പേസ് ആയി. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആര് മാത്രമേ കാണുള്ളൂ? നമ്മുടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ സ്പേസ് ഫോർ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ഒരു കോൺഫിഗറേഷൻ സ്പേസ് നമുക്ക് അപ്പൊ പ്ലോട്ട് ചെയ്തൂടെ? കാരണം ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എക്സ് ആക്സിസിൽ Q1 കൊടുത്തു, വൈ ആക്സിസിൽ Q2 കൊടുത്തു. എന്തുകൊണ്ടാണ് ഇത് ഫേസ് സ്പേസ് വരയ്ക്കാൻ പറ്റാതിരുന്നത്? അവിടെ മൊമെന്റും കൂടെ വരും. 4 കോൺഫിഗറേഷൻ സ്പേസ് നമുക്ക് ഒരിക്കലും എന്തല്ല, അല്ല 4 സ്പേസ് നമുക്ക് ഡയമെൻഷണൽ സ്പേസ് നമുക്ക് ഒരിക്കലും എന്തല്ല, പോസിബിൾ അല്ല. ഇപ്പൊ മനസ്സിലായോ ഡിഫറൻസ് എന്താന്നുള്ളത്? ഫേസ് സ്പേസ് ആണെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, മൊമെന്റം കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. ഇനി കോൺഫിഗറേഷൻ സ്പേസ് ആണെങ്കിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? ജനറലൈസ്ഡ് സ്പേസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള ഒരു മോളിക്യൂളിനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം അതിന്റെ എക്സ് ആക്സിസിൽ നമുക്ക് Q1 ഉം വൈ ആക്സിസിൽ നമുക്ക് എന്തും കൊടുക്കാം? Q2 ഉം കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഫേസ് സ്പേസ് എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ്. ഇനി നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, അതായത് ഇത് മാത്തമാറ്റിക്കലി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഇനി പറയുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? നമ്മൾ ആദ്യം പറയുന്നത് ഫേസ് സ്പേസ് ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം ആണ് പറയുന്നത്. ഒരു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണ്. അതിൽ എന്തുണ്ടായിരിക്കും? 6
ഡയമെൻഷണൽ സ്പേസുകൾ ഉണ്ടായിരിക്കും. അതിൽ 3 പൊസിഷണൽ വെക്ടേഴ്സും 3 മൊമെന്റം വെക്ടേഴ്സും ആണ് അല്ലെ. ഇനി ഈ ഒരു മൊമെന്റം വെക്ടേഴ്സും പൊസിഷണൽ വെക്ടേഴ്സും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. എങ്ങനെയാണ്? ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനകത്ത് ഒരുപാട് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ട്. അതിലെ ഒരു മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്തു? കൺസിഡർ ചെയ്തു. ആ കൺസിഡർ ചെയ്തപ്പോ അത് മൂവ് ചെയ്യാനുള്ള ചാൻസ് എങ്ങോട്ടാണ്? ഏത് ഡയറക്ഷനിലോട്ടാണ്? XYZ ഡിറക്ഷനിലോട്ട് മൂവ് ചെയ്യാനാണ് ചാൻസ്. സോ അതുകൊണ്ട് അതിന്റെ പൊസിഷണൽ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? XYZ ആണ്. ഇനി അതിന്റെ മൊമെന്റം വെക്ടേഴ്സ് എന്തൊക്കെയാണ്? PX, PY, PZ. ഈ പൊസിഷൻ ചേഞ്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി എന്തും ചേഞ്ച് ചെയ്യും. അവിടെ മൊമെന്റവും ചേഞ്ച് ചെയ്യും. കാരണം നമുക്കറിയാം P = mv ആണ് അല്ലെ. അപ്പോ ഈ ഒരു കൊളീഷൻ കാരണം, റാൻഡം മോഷൻ കാരണം, കൊളീഷൻ കാരണം ഇവയുടെ സ്പീഡ് അഥവാ വെലോസിറ്റിക്ക് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ എന്തിനും ചേഞ്ച് സംഭവിക്കും? മൊമെന്റത്തിനും ചേഞ്ച് സംഭവിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെയാണ്, ഈ ഒരു 3 പൊസിഷണൽ വെക്ടേഴ്സിനെയും 3 മൊമെന്റം വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫേസ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിന്റെ 2 എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു 1 ഡയമെൻഷണൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യും? ഒരു 2 ഡയമെൻഷണൽ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യും? 1 ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ഫേസ് സ്പേസില് അതിന് ഒരു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഒരു 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ള മോളിക്യൂൾ ആണെങ്കിൽ അതിന് 4 ഡയമെൻഷണൽ സ്പേസ് ഉണ്ടായിരിക്കും. വിച്ച് ഈസ് നോട്ട് പോസിബിൾ. 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും 2 മൊമെന്റം കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. സോ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ഇനി എന്താണ് കോൺഫിഗറേഷൻ സ്പേസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത്. എന്താണ് കോൺഫിഗറേഷൻ സ്പേസ്? ഫേസ് സ്പേസ് ആകെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഒരു കോൺഫിഗറേഷൻ സ്പേസില് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മൾ ആ മോളിക്യൂൾസിന്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതില് ഒരു കോർഡിനേറ്റർ നമുക്ക് എക്സ് ആക്സിസിലും ഒരു കോർഡിനേറ്റർ നമുക്ക് വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യാം. ഇത്തരത്തിലാണ് നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിനെ പ്ലോട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫേസ് സ്പേസ്, എന്താണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് മനസ്സിലായില്ലേ? ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് പ്ലസ് മൊമെന്റം കോർഡിനേറ്റ്സ്. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. നമ്മൾ എടുക്കുന്നത് ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രോബ്ലം ആണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ഹാർമോണിക് ഓസിലേറ്റർ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഹാമിൽട്ടോണിയൻ ആണ് എന്ത്? എച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണിത്. ഹാമിൽട്ടോണിയൻ H = p² / 2m + 1/2 kx², which is equal to E is a constant. അതായത് നമുക്കറിയാം ഈ ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. സോ അതിന്റെ ഹാമിൽട്ടോണിയൻ വിച്ച് ഈസ് നത്തിങ് ബട്ട്, പക്ഷെ അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ എനർജി E ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് ഏതൊരു BSc കുട്ടിക്ക് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ? നമുക്ക് പഠിക്കാനുണ്ട് ഇതെല്ലാം അല്ലെ? അപ്പൊ H is equal to p² / 2m + 1/2 kx² is equal to E, which is a constant. കാരണം അവിടുത്തെ ടോട്ടൽ എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പറയാം. പൊട്ടൻഷ്യൽ എനർജി V of x is equal to എന്താണ്? 1/2 kx² ആണ്. ഇനി നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാം വിത്ത് പൊസിഷൻ. നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഗ്രാഫ് കിട്ടും. നിങ്ങൾ ഓൾറെഡി ഇവിടെ കണ്ടു എന്ത് ഗ്രാഫാണ് കിട്ടുന്നത്? ഒരു പരാബോളയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ എക്സ് ആക്സിസിൽ എന്ത് കൊടുത്തു? പൊസിഷൻ കൊടുത്തു. വൈ ആക്സിസിൽ നമ്മൾ എന്ത് കൊടുത്തു? പൊട്ടൻഷ്യൽ എനർജി V of x കൊടുത്തു. സോ നമ്മൾ ഇത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് വെച്ച് നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ½ kx² എന്ന് പറയുന്നത് ഒരു പരാബോള ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്?
കിട്ടുന്നത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ആവുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇത്? എല്ലാവർക്കും ഇത് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് പറയാം p²/2m plus v of x is a constant. ഇനി this term is termed as kinetic energy T. അപ്പൊ T plus v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ഇനി നമ്മുടെ ഈ v, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? p ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് t എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് v ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് t ഡിക്രീസ് ചെയ്യും. പക്ഷെ അവരുടെ സമ്മ്, അതായത് t പ്ലസ് വിയുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് എ കോൺസ്റ്റന്റ്. സോ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഇവിടെ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. എന്ത് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ അവരുടെ സമ്മുകൾ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇപ്പോ. അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ എടുത്തത്. അപ്പൊ നമുക്ക് പറയാം പൊസിഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. എന്ത് ഡിക്രീസ് ചെയ്യുന്നു? കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നു. കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എന്തും കൂടെ അവിടെ ഡിക്രീസ് ചെയ്യുന്നു? മൊമെന്റം. മൊമെന്റും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ v ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്? കൈനറ്റിക് എനർജി t ഡിക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ സം എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഈ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഒപ്പം ആര് കൂടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്? മൊമെന്റം p കൂടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? h is equal to p²/2m plus 1/2k² is a constant. അതായത് ഒരു ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസർവേറ്റീവ് സിസ്റ്റം ആണ്. സോ അതുകൊണ്ട് തന്നെ ഹാമിൽട്ടോണിയൻ ഈസ് നത്തിങ് ബട്ട് ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ എനർജി പൊസിഷനും വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് 1/2kx² ഒരു പരാബോള ആയിട്ടാണ് കിട്ടിയത്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് പറയാം കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ബട്ട് കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്നു എപ്പോ? v ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. പക്ഷെ അവരുടെ സം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുമ്പോൾ ആര് കൂടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൊമെന്റം p കൂടെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ നമുക്ക് ഈ ഒരു മൊമെന്റത്തിന്റെയും അതുപോലെ ഈ ഒരു പൊസിഷന്റെയും ഗ്രാഫ് കൂടെ പ്ലോട്ട് ചെയ്ത് നോക്കാം. അതാണ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടോ? നിങ്ങൾ ഈ ഒരു പ്ലോട്ട് ചെയ്തത് കണ്ടോ? ഇതില് നമുക്ക് പറയാം എന്ത്? പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതാണ് 0. 0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പൊസിഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ പൊസിഷൻ റൈറ്റ് സൈഡിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കണ്ടോ? 0യിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു വാല്യൂ റീച്ച് ചെയ്യുന്നുണ്ട്. കൈനറ്റിക് എനർജി ഒരു വാല്യൂ റീച്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പൊസിഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഒരു വാല്യൂ എത്തും. ഒരു വാല്യൂ എത്തിയിട്ട് പിന്നെ അത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്യുന്ന കാരണം അവിടുത്തെ എന്ത് ഡിക്രീസ് ചെയ്യും? മൊമെന്റും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായോ? ഒന്നും കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. അതായത് ഇനി നമുക്കിപ്പോ ഈ ഒരു എനർജീനെ നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുകയാണ് x ഈക്വൽ ടു എ. എക്സ് ഈക്വൽ ടു ഞാൻ എ കൊടുക്കുകയാണ്. എക്സ് ഈക്വൽ ടു എ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി കേർവ്, ഈ ഒരു പൊട്ടൻഷ്യൽ എനർജി കേർവ് ഇല്ലേ, ഇത് എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ താഴെയാണല്ലോ ഇതുള്ളത്. ഇത് എപ്പോഴും എന്തായിരിക്കും? ഈ ഒരു
കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഈ ഒരു കർവ് ഇല്ലേ, ഈ കർവ് എന്ന് പറയുന്നത്, ഈ ഒരു പരാബോളയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഈനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇ ഗ്രേറ്റർ ദാൻ 1/2 kx². ഇയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ലാർജ് ആയിരിക്കും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? സോ നമുക്ക് പറയാം കൈനറ്റിക് എനർജി എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. കൈനറ്റിക് എനർജി എന്താണ്? ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. നമ്മൾ x = a കൊടുക്കുകയാണ്. x = a കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം അവിടെ എന്തായിരിക്കും? ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും അല്ലെ? ഈ ഒരു ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? 0 ആവും. അവിടുത്തെ മൊമെന്റും എന്താവും? 0 ആവും. അതായത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് x = a എന്ന് പറയുന്ന പോയിന്റില് എന്ന് പറയുന്ന പോയിന്റില് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷെ ഇവിടത്തെ ഈ ഒരു ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്ത് 0 എത്തും. നമ്മുടെ മൊമെന്റും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്ത് 0 എത്തും എന്നാണ് പറയുന്നത്. അതായത് മൊമെന്റം റെഡ്യൂസസ് ടു 0 at x = a. at x = a എന്ന് പറയുന്ന പോയിന്റില് മൊമെന്റ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്തിട്ട് 0 ആവുന്നു. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് ഏത് റീജിയനിലാണെന്ന് പറയണം. അതായത് x = a മൊമെന്റം റെഡ്യൂസ് ചെയ്ത് 0 ആവുന്നു പറഞ്ഞു. ആ റെഡ്യൂസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് നമ്മൾ പറയണം. ഏത് ഡയറക്ഷനിലാണ്? ദേ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അത് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ x = a എന്ന് പറയുന്ന ഡയറക്ഷനിൽ അത് റെഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും, താഴോട്ടായിരിക്കും. ഇനി 0 എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യും? സെയിം പ്രോസസ് തന്നെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും. ദെൻ പിന്നെ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ഡയറക്ഷൻ മേലോട്ട് പോവും. ദെൻ നെഗറ്റീവ് ടു പോസിറ്റീവ് പോകുമ്പോൾ ഡയറക്ഷൻ എന്ത് ചെയ്യും? പിന്നെയും ഇതുപോലെ തന്നെ വരും. ആ രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഈ ഒരു ട്രജക്ടറി എന്ന് പറയുന്നത്. അതായത് x = a കൊടുക്കും, പിന്നെ നമ്മൾ x = -a കൊടുക്കുന്നു, പിന്നെ x = a കൊടുക്കുന്നു, പിന്നെ x = 0 കൊടുക്കുന്നു, x = -a കൊടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ട്രജക്ടറി കിട്ടുന്നു. ആ ട്രജക്ടറിന് എന്ത് ട്രജക്ടറി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്? വിച്ച് ഇസ് എ സർക്കിൾ. അപ്പൊ നമുക്ക് പറയാം, ഇതിൽ നിന്ന് ചോദിക്കാൻ എപ്പോഴും ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് ട്രജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ എലിപ്സ്, പരാബോള, സർക്കിൾ അങ്ങനെയൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവും. ഏതായിരിക്കും നമ്മുടെ ട്രജക്ടറി എന്ന് പറയുന്നത്? സർക്കിൾ ആണ്. പാരാബോള നമുക്ക് കിട്ടുന്നത് എവിടെയാ? അതിന്റെ കൈനറ്റിക് എനർജിനെ റെപ്രസെന്റ് ചെയ്യാനാണ് പാരാബോള നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ ട്രജക്ടറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സർക്കിൾ ആണ്. നമ്മൾ x = a, x = 0, x = -a എന്നുള്ള വാല്യൂസ് പുട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ മൊമെന്റം ഡിക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. മൊമെന്റം ഡിക്രീസ് ചെയ്യുമ്പോ അതിന് എന്ത് കിട്ടും? ഒരു മാക്സിമം വാല്യൂ കിട്ടും. അതുപോലെ തന്നെ അത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി അത് ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്തിട്ട് 0 എത്തുകയും ചെയ്യും. ഏത് പോയിന്റിൽ? x = a. ഇതിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഇൻക്രീസ് ചെയ്യും ടൈമിനനുസരിച്ച്. അപ്പൊ എന്തും കൂടെ ഇൻക്രീസ് ചെയ്യും? വെലോസിറ്റി കൂടെ ഇൻക്രീസ് ചെയ്യും. അതായത് നോക്കിക്കേ, പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? ടൈം ഇൻക്രീസ് ചെയ്യുന്നു. അതായത് പൊസിഷൻ ഇൻക്രീസസ് വിത്ത് ടൈം എന്തും കൂടെ ഇൻക്രീസ് ചെയ്യും? വെലോസിറ്റി കൂടെ ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ഇ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ 1/2 kx². അതായത് ഈ ഒരു ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു പരാബോള ½ kx² വലുതായിരിക്കും. അത് എന്തായിരിക്കും? അങ്ങനെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു നെഗറ്റീവ് കൈനറ്റിക് എനർജി ആയിരിക്കും.
സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് ഇവിടുത്തെ ട്രജക്ടറി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതുവഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ട്രജക്ടറി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഇറ്റ് വിൽ ബി എ സർക്കിൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഫേസ് സ്പേസ് എന്താണ്, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ ഹാർമോണിക് ഓസിലേറ്റർ. എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലിയോവലീസ് തിയറം ആണ്. ഈ ഒരു ലിയോവലീസ് തിയറത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ് സ്പേസിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ട്, ഡെൻസിറ്റിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി കൂടാതെ ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി കൂടെ അതിന് വരുന്നുണ്ട്. ആ സെക്കൻഡ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്ത്, നമ്മുടെ ലിയോവലീസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഫസ്റ്റ് പ്രോപ്പർട്ടി, എന്താണ് സെക്കൻഡ് പ്രോപ്പർട്ടി എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയാം, അതായത് റോ ഓഫ് ക്യൂപിടി ഈസ് എ കോൺസ്റ്റന്റ്. ഇനി നമ്മുടെ ഈ ഒരു ലിയോവലീസ് തിയറം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ഫേസ് സ്പേസ് ആണ്. അതായത് നമുക്കറിയാം നമ്മുടെ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ്, അതായത് ഈ കാണുന്ന പോയിന്റ്സ് ഇല്ലേ, അതാണ് എന്ത് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്നത് എന്തിനനുസരിച്ചായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്, ടൈമിനനുസരിച്ച് അവർ മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് പറയും ഈ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം, അതായത് റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് മൂവിങ് വിത്ത് ടൈം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫേസ് സ്പേസ് കൺസിഡർ ചെയ്യാണ്. അവിടെ എത്ര ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും, 6 ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ച കേസാണ്. അപ്പൊ നമ്മൾ ലിയോവലീസ് തിയറം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ലിയോവലീസ് തിയറം എന്ന് പറയാണ്. അപ്പൊ നമ്മളൊരു ഫേസ് സ്പേസ് വരച്ചു, എക്സ് ആക്സിസിൽ ക്യൂവും കൊടുത്തു, വൈ ആക്സിസിൽ പിയും കൊടുത്തു. ഇനി ടൈം ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ടൈമില് ഇതാണ് ഇവിടുത്തെ റെപ്രസെന്റേറ്റീവ് പോയിന്റ്. ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആഫ്റ്റർ ടൈം ടി എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലോട്ട് എത്തുന്നു. സോ ഇതിന്റെ ഈ ഒരു പാത്താണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ പാത്താണ്. അങ്ങനാണെങ്കിൽ ടൈം 0-യിൽ നിന്ന് ആഫ്റ്റർ ടൈം ടിയിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തുണ്ടായിരിക്കും, ഒരു ഫേസ് സ്പേസ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ഈ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റിന് ഒരു ഫേസ് സ്പേസ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു പോയിന്റിനും ഒരു ഫേസ് സ്പേസ് ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു റെപ്രസെന്റേറ്റീവ് പോയിന്റിലോട്ട് മൂവ് ചെയ്തു എങ്കിലും ഇവരുടെ സ്പേസ് ഡെൻസിറ്റി ഒരിക്കലും എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. അതായത് ഇത് ടൈം ഈക്വൽ ടു 0-യിലുള്ള ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആണ്. പിന്നെ ആഫ്റ്റർ ടൈം ടി ഈ റെപ്രസെന്റേറ്റീവ് പോയിന്റ് മൂവ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലോട്ട് എത്തുന്നു. അങ്ങനെ മൂവ് ചെയ്താലും ഇവരുടെ രണ്ടുപേരുടെയും ഡെൻസിറ്റിക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ലിയോവലി തിയറത്തിൽ പറയുന്നത്. അതായത് വിച്ച് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ഫേസ് സ്പേസ് കോർഡിനേറ്റ്. കിട്ടിയോ? സിമ്പിൾ അല്ലേ നമ്മുടെ ലിയോവലി തിയറം എന്ന് പറയുന്നത്. ലിയോവലി തിയറത്തിൽ എന്താണ് പറയുന്നത്, റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്താലും അവരുടെ ഫേസ് സ്പേസ് ഡെൻസിറ്റി നെയ്ബർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കിട്ടിയോ എന്താണ് എന്നുള്ളത്? ക്ലിയർ ആയോ? വി മൂവ് ത്രൂ ദി റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ആസ് ഇറ്റ് ഇവോൾവ് അണ്ടർ ദി ഹാമിൽട്ടോണിയൻ. എപ്പോ അണ്ടർ ദി ഹാമിൽട്ടോണിയൻ ആയിരിക്കണം കേട്ടോ. ദ ഫേസ് സ്പേസ് ഡെൻസിറ്റി ഓഫ് ദ സറൗണ്ടിങ് നെയ്ബർ ഈസ് എ കോൺസ്റ്റന്റ്. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഈസിയാണ്. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഒരു ഫേസ് സ്പേസ് ആണ്, 6 ഡയമെൻഷൻസ് ഉള്ള ഒരു ഫേസ് സ്പേസ് ആണ്. ഇതിലൊരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആണ് ഇതിരിക്കുന്നത് അറ്റ് ടൈം ടി ഈക്വൽ ടു 0-യിലാണ്. ഇതിനൊരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും, ഒരു ഫേസ് സ്പേസ് ഡെൻസിറ്റി ഇതിനുണ്ടായിരിക്കും. ഇനി ഈ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആഫ്റ്റർ ടൈം ടി മൂവ് ചെയ്യുന്നു, എന്നിട്ട് അത് അടുത്തൊരു പോയിന്റിലോട്ട് എത്തുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു മൂവ് ചെയ്താലും ഈ ഒരു നെയ്ബർ ആയിട്ടുള്ള രണ്ട് പോയിന്റ്സിന്റെയും ഡെൻസിറ്റി എന്തായിരിക്കും എന്നാണ് പറയുന്നത്, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നോർമലി നമ്മൾ ചിന്തിക്കുക എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യും എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഈ ഒരു നെയ്ബർ ചാർജസിന്റെ കേസ് അണ്ടർ ഹാമിൽട്ടോണിയനിൽ ഇവർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. കേട്ടോ?
മനസ്സിലായോ? ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ലീവ്ലി തിയറം പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ കോൺസിക്വൻസസ് പറയാനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാനുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും കൂടെ പറയാനുണ്ട്, ഒരു ഇക്വിപാർട്ടീഷൻ തിയറം കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ കഴിയും. സോ ഇത്രയാണ് നമ്മുടെ ക്ലാസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? എനി ഡൗട്ട്സ്? അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഫേസ് സ്പേസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു ഇല്ലേ? ഫേസ് സ്പേസ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതിന്റെ ഒരു ബേസ് കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. ഒരു ബേസ് കൺസെപ്റ്റ് നമ്മൾ ഒരു ഗ്യാസ് മോളിക്യൂളിന്റെ കേസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഒരു ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വരുന്നത് എന്താണ്? വിച്ച് ഇസ് എ 6 ഡയമെൻഷണൽ ഇമാജിനറി സ്പേസ് ആണ്. ഒരു അതില് 6 എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 6 പൊസിഷണൽ വെക്ടറും 6 മൊമെന്റം വെക്ടറും ആണ്. ഇനി ഈ ഒരു മോളിക്യൂളിന് ഒരു റാൻഡം മോഷൻസ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് അവർ കൊളൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ കൊളൈഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സ്പീഡ്, വെലോസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അവരുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന കാരണം തന്നെ അവരുടെ എന്തും കൂടെ ചേഞ്ച് ചെയ്യും. വെലോസിറ്റിക്ക് ചേഞ്ച് വരുന്ന കാരണം അവരുടെ മൊമെന്റത്തിൽ എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് സംഭവിക്കുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിന്റെ പൊസിഷണൽ വെക്ടർ വരുന്നത് എക്സ് ആയിരിക്കും, മൊമെന്റം വെക്ടർ വരുന്നത് പി എക്സ് ആയിരിക്കും. സിമിലർലി തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വൈയും സെഡും പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക, ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു എന്താണ് കോൺഫിഗറേഷൻ സ്പേസ് എന്ന് നമ്മൾ പറഞ്ഞു. ഫേസ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം കോർഡിനേറ്റ്സും ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും ഉണ്ടായിരിക്കും. കോൺഫിഗറേഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് പറഞ്ഞു. വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് ട്രജക്ടറി നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സർക്കിൾ ആയിരിക്കും. ഒരിക്കലും പരാബോള അല്ല. നിങ്ങൾ ഈ ഫിഗർ കണ്ട് പരാബോളയാണ് തെറ്റിദ്ധരിക്കരുത്. ഈ പരാബോള നമുക്ക് കിട്ടിയത് എന്താണ്? അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പരാബോള കിട്ടുന്നത്. കൈനറ്റിക് എനർജിയുടെ ടേം ആണ് നമുക്ക് അവിടെ പരാബോള ആയിട്ട് കിട്ടുന്നത്. സോറി, പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് ആണ് നമുക്ക് അവിടെ എന്തായിട്ട് കിട്ടുന്നത്? പരാബോള ആയിട്ട് കിട്ടുന്നത്. ഒരിക്കലും അത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് ട്രജക്ടറി പരാബോള എന്ന് എഴുതരുത്. എപ്പോഴും അതിന്റെ ആൻസർ എന്താണ്? സർക്കിൾ ആണ്. ആ സർക്കിളിലോട്ട് എത്തുന്നത് എങ്ങനെയാന്നുള്ള കേസാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ലീവ്ലി തിയറം പറഞ്ഞു. ഫേസ് സ്പേസിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ലീവ്ലി തിയറം എന്ന് പറയുന്നത്. 2 റെപ്രസെന്റേറ്റീവ് പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് റെപ്രസെന്റേറ്റീവ് പോയിന്റ് അറ്റ് എ ടൈം t = 0 ആണ്. അതിനൊരു ഡെൻസിറ്റി മെട്രിക്സ് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് വേറൊരു റെപ്രസെന്റേറ്റീവ് പോയിന്റ്, അതായത് ഈ ഒരു റെപ്രസെന്റേറ്റീവ് പോയിന്റ് ആഫ്റ്റർ ടൈം t മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ഈ ഒരു പോയിന്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെപ്രസെന്റേറ്റീവ് പോയിന്റിന്റെ ഡെൻസിറ്റിയും ഇതിന്റെ ഡെൻസിറ്റിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അണ്ടർ ഹാമിൽട്ടോണിയൻ. ഇതാണ് നമ്മുടെ ലീവ്ലി തിയറത്തില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇത്രയും ടോപ്പിക്കാണ്, ഇത്രയും 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. ഇനി നിങ്ങൾക്ക് ക്ലാസ് കേട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ക്ലാസ് കേട്ട ഡൗട്ട്സ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നാളെ ഉണ്ടായിരിക്കും. നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക് യു. ബൈ.